ഹലോ, ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വൈകിപ്പോയ 2 പ്ലാന്റ്സ് കാണിക്കാം കേട്ടോ. എപ്പിപ്രീമിയം പിനാറ്റം മാർബിൾ, എപ്പിപ്രീമിയം ഗോൾഡൻ ഫ്ലെയിം. ഇത് രണ്ടും വാങ്ങിച്ച സമയത്ത് ചെറിയ തൈകളായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഹാങ്ങിങ് പോട്ടിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് എന്തായാലും നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അരോയിഡ് പ്ലാന്റ് സപ്ലൈസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോസ് ബോൾ വന്നിട്ടുണ്ട്. പാക്ക് ഓഫ് 3 499 രൂപ ആണ് കേട്ടോ. ഇതെല്ലാം ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ. അഡ്ജസ്റ്റബിൾ ലോക്കിംഗ് മെക്കാനിസം കൂടി ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ കോക്കോ പിറ്റ്, കോക്കോ ചിപ്സ്, പെർലൈറ്റ്, ക്ലാബോൾസ്, കുറച്ച് ചാർക്കോളും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫംഗിസൈഡായിട്ട് കുറച്ച് സാഫ് കൊടുക്കുക. ഫെർട്ടിലൈസറായിട്ട് കുറച്ച് ബാസക്കോട്ട മാത്രം ചേർത്തിട്ടുള്ളൂ, വെരിഗേറ്റഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയർ നമുക്ക് ചാർക്കോൾ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എപ്പിപ്രീമിയം പിനാറ്റം മാർബിൾ ഫസ്റ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇത് താഴേക്ക് വളർന്നുകൊണ്ട് തന്നെ ഇലകളൊക്കെ കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി പുതിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലിനി പറ്റി പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളർന്നോളൂ. ഈ പോട്ടി മിക്സ് നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ എപ്പിപ്രീമിയം പിനാറ്റം ഗോൾഡൻ ഫ്ലെയിം ആണ്. ഇതും താഴേക്ക് വളർന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ സ്റ്റിക്ക് നമുക്ക് ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അവരുടെ കയ്യിൽ നല്ല ഹൈ ക്വാളിറ്റി പ്ലാന്റ് ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ്. ഈ എപ്പി മാർബിളും എപ്പി പ്രീമിയം പിനാറ്റം പ്ലാന്റ്സ് എല്ലാം നമ്മുടെ മണി പ്ലാന്റിൻ്റെ അതേ സ്വഭാവമുള്ളവരാണ് കേട്ടോ. നമ്മുടെ മണി പ്ലാന്റ്സ് ആണെങ്കിലും ഇതുപോലെ താഴേക്ക് വളരുകയാണെങ്കിൽ ചെറിയ ചെറിയ ഇലകളായിട്ടാണ് വരിക. മതിലോ സ്റ്റിക്കിലോ ഒക്കെ പറ്റി പിടിച്ച് വളരുകയാണെങ്കിൽ തന്നെ ഒത്തിരി വലിയ ഇലകളായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ എൻജോയ് പോത്തോസ് കണ്ടോ, മതിലിൽ പറ്റി പിടിച്ച് ഒരുപാട് വലിയ ഇലകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റിന് ഇതുപോലെ സ്റ്റിക്കിലോ മതിലൊക്കെ പറ്റി പിടിച്ച് തന്നെ വളർത്തിയെടുക്കണം കേട്ടോ. ഇത് മണി പ്ലാന്റിൻ്റെ അതേ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് പുതിയ ഒരുപാട് തൈകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.